بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد سورة القصص 24, 25, 26 വചനങ്ങൾ ഈ മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم فسقى لهما സീൻ ഇവയൊക്കെ ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. എന്നാൽ സഖാ എന്ന് പറയുമ്പോൾ ഖാഫും ശേഷം ദീർഘാക്ഷരമായ അലിഫും, ഖാഫും ശേഷം ദീർഘാക്ഷരമായ അലിഫും ഇവയെ തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക, പെരുപ്പിച്ച് പറയുക, പറഞ്ഞാൽ തടിപ്പിക്കുക. ഫസഖാ ലഹുമാ ഇതിലുള്ള അലിഫും സഖാ എന്നതിലെ അലിഫും തമ്മിലുള്ള ഉച്ചാരണ വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ലഹുമാ എന്ന് പറയുമ്പോൾ ലാമ് മീം, മീമിന്റെ അലിഫ് എല്ലാം ഇസ്തിഫാലിന്റെ തർക്കീഖ് ചെയ്ത് നേർപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളായതുകൊണ്ട് ലഹുമാ മീമിന്റെ അലിഫിലും നേർപ്പിച്ചുകൊണ്ടുള്ള തർക്കീഖ് ഉണ്ടാവണം. അപ്പൊ രണ്ട് അലിഫുകൾ ഇവിടെ, ഒന്ന് തഫ്ഖീമിന്റെ അലിഫ്, മറ്റേത് തർക്കീഖിന്റെ അലിഫ്. സഖാ എന്നത് തഫ്ഖീമിന്റെ അലിഫ്, ലഹുമാ എന്നത് തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കുന്ന അലിഫ്. സുമ്മ മീം മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, ശ്രദ്ധ നൽകപ്പെട്ട മീം. തവല്ല ഇല ളിൽ, തവല്ല ഇതിൽ അന്ത്യത്തിൽ വരുന്നത് അലിഫിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4 or 5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. തവല്ല ഇല ളിൽ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഅലാന്റെ അക്ഷരമാണ്. എന്നാൽ കുറഞ്ഞ തഫ്ഖീമാണ്, അതിന് കസ്റായത് കൊണ്ട്, മക്സൂറാത്തായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രം കൊടുത്താൽ. ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക, മറ്റക്ഷരങ്ങൾക്ക് തർക്കീഖ്. ഫഖാല റബ്ബി ഇതിൽ റാഇ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. റബ്ബി ഇന്നി നൂൻ മുശദ്ദദയെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, ശ്രദ്ധ നൽകപ്പെട്ട നൂൻ. ലിമാ അൻസൽത്, ലിമാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4 or 5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻസൽത ഇതിൽ സാക്കിനത്ത നൂൻ ശേഷം സായ് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക, വ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, മിൻ ഖൈർ സാക്കിനത്ത നൂനിന് ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ഖാഇ തഫ്ഖീം ചെയ്യേണ്ട സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരം ഖൈർ. ഖൈരിൻ റാഹിന് തർക്കീഖാണ്, മക്സൂറത്ത് അതുകൊണ്ട് ഖൈരിൻ തൻവീനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ഹഖീഖി മിൻ ഖൈരിൻ ഫഖീർ. ഖാഫിനും കുറഞ്ഞ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക, കസ്റായതുകൊണ്ട്. അന്ത്യത്തിൽ വന്ന റായിൽ തർക്കീഖാണ്, വഖഫിനു വേണ്ടി സുക്കൂനും തൊട്ടു മുമ്പിൽ സാക്കിനത്തായ യാഉം വരുന്നു എന്നതുകൊണ്ട് ഫഖീർ എന്ന് നേർപ്പിച്ച് ഉച്ചരിക്കുക. ഫഖീർ. ഫജാഅത്ഹു ഇതിൽ വരുന്ന അലിഫിന്റെ ദീർഘം അത് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4 or 5 ഹർക്കത്തിന്റെ അളവിൽ ആ അലിഫിനെ ദീർഘിപ്പിക്കണം. ഫജാഅത്ഹു അലിഫ്
തർക്കീഖ് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. കാരണം ഇസ്തിഫാലിന്റെ ഹർഫായ ജീമിനെയാണ് ദീർഘിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? അലിഫിനും തർക്കീഖ്. ഫജഅത്ഹു എന്താണ്? ഷിദ്ദത്തും ഹംസും ഒക്കെയുള്ള അക്ഷരമാണ്. ജഅത്ഹു ഇഹ്ദാഹുമാ വ്യക്തമാക്കി ഉച്ചരിക്കുക. എല്ലാ അക്ഷരങ്ങളും കൃത്യമായി മഖ്റജിൽ നിന്ന് വെളിവാക്കി ഉച്ചരിക്കുക. ഇഹ്ദാഹുമാ തംശി തംശി ഇതിൽ സാക്കിനത മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. തംശി അല ഇസ്തിഹ്യാ ഇതിൽ ഇസ്തിഹ്യാ അലിഫും ശേഷം ഹംസയുമാണ് ഒറ്റ പദത്തിലായി വന്നത്. മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4 or 5 ഹർക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. അല ഇസ്തിഹ്യാഇൻ ഖാലത് ഹംസക്കുള്ള തൻവീൻ ശേഷം ഖാഫ്. അപ്പോൾ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറിച്ച് മണിച്ചുച്ചരിക്കുക, വ്യക്തമാക്കി മണിക്കുക. മണിക്കലിൽ തഫ്ഖീമുമാണ്. കാരണം ശേഷം ഖാഫാണ്, ഇസ്തിഅലാന്റെ അക്ഷരമാണ് എന്നതുകൊണ്ട് തഫ്ഖീമോടുകൂടിയുള്ള മണിക്കലാണ് വേണ്ടത്. ഉന്ന മുഫഖമ എന്നുള്ള മണിച്ചുകൊണ്ട് ആ തഫ്ഖീമോടുകൂടി ഖാഫിനും അലിഫിനും തഫ്ഖീം. قالت إن أبي يدعوك إن നൂൻ മുശദ്ദദ മണിക്കുക. ശ്രദ്ധ നൽകപ്പെട്ട നൂനിന് അബി യദ്ഊക യദ്ഊക ദാലിന്റെ സുകൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക. യദ്ഊക ലിയജ്സിയക ഈ പദത്തിൽ ജീവന്റെ സുകൂനിനെയും ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹർക്കത്ത് പോലെ വ്യക്തമാക്കുക. യദ്ഊക ലിയജ്സിയക വീണ്ടും അജ്റ ജീമിന്റെ സുകൂൻ ഖൽഖല സുഗ്റ നൽകുക. അജ്റ മാ സഖൈത ലനാ അജ്റ റാഇന് തഫ്ഖീമാണ്, മഫ്തൂഹത്തായതുകൊണ്ട് തടിപ്പിച്ച് പറയണം. അജ്റ മാ സഖൈത ലനാ സഖൈത ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ലനാ സഖൈത ലനാ ഫലമ്മ മീം മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ജാഅഹു മദ് മുത്തസിൽ വാജിബ് നൽകി അലിഫിന്റെ 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഹൗദ്ദമീർ ശേഷം വാവ് എന്ന് പറഞ്ഞാൽ ഹൗദ്ദമീറിന് ദമ്മാണ്, ശേഷം മഫ്തൂഹ് ഹറക്കത്തുണ്ട്. ഹാന്റെ മുമ്പിലും ഹറക്കത്താണ്. ഇവിടെ ഹൗദ്ദമീറിന് 2 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കണം. മദ് അസ്സില സുഗ്റ മദ് സിലതി സുഗ്റ فلما جاءه وقص قافل صاد تفخيم وقص عليه القصص ഇവിടെയും ആവർത്തിക്കുകയാണ്. ഖാഫ് 2 സ്വാദുകൾ തഫ്ഖീം ചെയ്യുക, സ്വരഭാരത്തോടെ തടിപ്പിച്ച് ഹെവിയാക്കി പറയാം. وقص عليه القصص قال لا تخف ഖാലയിൽ ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് പറയാം. ലാ തഖഫ് ലാ തഖഫ് എന്നതിൽ ഖാഇന് മാത്രം തഫ്ഖീം തടിപ്പിച്ച് പറയാം. നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ നജൗത നജൗത മിനൽ ഖൗമി ഖാഫിന് തഫ്ഖീം കൊടുക്കുക. الظالمين ظائനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. മിനൽ ഖൗമി الظالمين ഉച്ചരിക്കുമ്പോൾ നാവിന്റെ അറ്റത്തിന്റെ മുകൾ ഭാഗം മേലെ മുൻപല്ലിന്റെ അറ്റം, ഇതാണല്ലോ ളാഇന്റെ മഖ്റജ്. മിനൽ ഖൗമി الظالمين
قالت إحداهما قالت قافنم ألفنم تفخيما قالت إحداهما إحداهما حائل لتعرنا صديقا قالت أن التاء مهموسة شديدة كلام قرية إحداهما حائل عند الله شديد الله എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. റഖാവത്തിന്റെ അക്ഷരമാണ് ഇഹ് എന്ന് ലൂസാക്കി പറഞ്ഞു. ഇഹ്ദാഹുമാ യാ അബതി യാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്, ശ്രദ്ധിക്കണം. ഒറ്റ പദം പോലെയാണ് എഴുതിയിട്ടുള്ളതെങ്കിലും മുത്തസിലല്ല, അവിടെ മുൻഫസിലാണ്. യാ അബതി ഇസ്തജിർ ഇസ്തജിർ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാക്കിൻതായ അക്ഷരങ്ങളെയാണ്. സീന് സുക്കൂനുണ്ട്. ഇസ്തജിർ ഹംസ സുക്കൂനുണ്ട്. ഷിദ്ദത്തിന്റെ അക്ഷരമാണ് ഹംസ. സ്തജിർ എന്ന് പറയാം. സ്ത അല്ല, ഇസ്തജിർ. പിന്നീട് റാഇന് സുക്കൂന്. തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റമുണ്ട്. അപ്പോൾ റാഇന്റെ ഉച്ചാരണം തർക്കീഖോട് കൂടിയായിരിക്കണം, നേർപ്പിച്ച്. ഇസ്തജിർ. ഹാഇനും സുക്കൂൻ നൽകി വഖഫ് ചെയ്യുകയാണ്. ഹാ വഖഫ് ചെയ്യാതെ നമ്മൾ ഇസ്തജിർഹു ഇന്ന എന്നാണ് ഓതുക. അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ഇസ്തജിർ എന്ന് ഹായിൽ സുക്കൂൻ നൽകപ്പെട്ട ഹായിൽ നിർത്തുക. ഇന്ന ഖൈറ നൂൻ മുശദ്ദദയെ മണിക്കുക. ശബ്ദ നൽകപ്പെട്ട നൂൻ രണ്ടിനെയും തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ച് പറയാം. ഇന്ന ഖൈറ മനിസ്തജർത മനിസ്തജർത മൻ ഇസ്തജർത ചേർത്ത് വായിച്ചപ്പോ ഇൽത്തിഖാ സാക്കിനൈന്റെ പരിഹാരത്തിന് വേണ്ടി നൂന് കസ്റ കൊടുത്തു. മനിസ്തജർത അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ ഹംസ സാക്കിനത്താണ്. മനിസ്തജർത എന്ന് പറയുമ്പോൾ റാഹിന് സുക്കൂനുണ്ട്, പക്ഷെ മുമ്പിൽ ഫത്ഹ ഉള്ളത് കൊണ്ട് റാഹിന് തഫ്ഖീമാണ്, തടിപ്പിച്ച് പറയുക. മനിസ്തജർതൽ ഖവിയ്യു ഖവിയ്യു ഖാഫിന് തഫ്ഖീം കൊടുക്കുക. അൽ ഖവിയ്യുൽ അമീൻ അൽ അമീൻ ഹംസ ക്ലിയർ ആക്കി വ്യക്തമാക്കി ചരിക്കണം. ഷിദ്ദത്തിന്റെ അക്ഷരമാണ്. മനിസ്തജർതൽ ഖവിയ്യുൽ അമീൻ. ഖാഫ് തഫ്ഖീമിന്റെ അക്ഷരമാണ്. ഇസ്തിഅലാന്റെ ഹർഫാണ്. അൽ ഖവിയ്യു അൽ ഖവിയ്യുൽ അമീൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. فجاءته إحداهما تمشي على استحياء قالت إن أبي يدعوك ليجزيك أجر ما سقيت لنا. فلما جاءه وقص عليه القصص قال لا تخف نجوت من القوم الظالمين. قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين.